ജി സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി ആലപ്പുഴ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ്. ജി സുധാകരൻ കോൺഗ്രസിന്റെയും BJPയുടെയും കോടാലിയായി മാറി. 4 വെള്ളിക്കാശിന് പാർട്ടിയെ ഒറ്റുകൊടുത്തു. CPIMന്റെ ചോരയും നീരും ഊറ്റി വളർന്ന് സകല സ്ഥാനമാനങ്ങളിൽ നേടി. MLA പദവി ഉപയോഗിച്ച് CPIMനെ നേതാക്കളെയും കരിവാരി തേക്കുന്നുവെന്നും വിമർശനമുണ്ട്. മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ആലപ്പുഴയിൽ പാർട്ടി വലിയ തിരിച്ചടി നേരിട്ടിട്ടും സുധാകരനെതിരായ വിമർശനം അത് തുടരുന്നു. പാർട്ടി തോറ്റ കാരണം തിരയുന്നുണ്ടോ? സിധു, പാർട്ടി കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിലും വേണ്ട വിധം സുധാകരനെ കൈകാര്യം ചെയ്തില്ല എന്ന കാര്യത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സുധാകരനെ ആദ്യഘട്ടത്തിൽ തന്നെ നേരിടേണ്ടിയിരുന്നു. പക്ഷെ അത് കാണാതെ അവഗണിച്ചതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായി നടക്കുമുള്ള ചർച്ചകൾ ഉയരുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റ് ജി സുധാകരന്റെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായി പറയുന്ന കാര്യം എങ്ങനെയാണ്, കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJPയുടെയും കോടാലിയായി സുധാകരൻ മാറിയിരിക്കുന്നു. അതിന് സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വം പോലും ഒറ്റുകൊടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യം മാറി. ഓരോ ദിവസവും ഓരോ കഥയുമായാണ് ഇറങ്ങുന്നത്. ഭുവനേശ്വറിന്റെ മരണം സംബന്ധിച്ച് ഈ കോടതി നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വീട്ടിലെ മരങ്ങൾ വിട്ടെന്നുള്ള പുതിയ കഥ ഇറക്കി. അതുകൂടാതെ SFI ആണ് ഇയാൾ മരിക്കാൻ കാരണമായെന്നുള്ള പച്ചക്കള്ളം പടച്ചു വിട്ടു. ഇതൊക്കെ രക്തസാക്ഷിത്വം ചെയ്യുന്ന മോശം പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് ജി സുധാകരന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. പാർട്ടിയിൽ നിന്ന് എല്ലാ അച്ചാരവും നേടിയതിനു ശേഷം, എല്ലാ അധികാര പദവികളും നേടിയതിനു ശേഷം പാർട്ടിയിൽ നിന്ന് മാറി നിന്ന് പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും അതിനോടൊപ്പം തന്നെ CPIMന്റെ ഏരിയ സെക്രട്ടറിയെ പുലഭ്യം പറഞ്ഞതിനടക്കം എതിരെയാണ് നിലവിലിപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലും രണ്ടു വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് ജി സുധാകരന്റെ വിഷയത്തിൽ ഉയർന്നു വന്നത്. ഒന്ന്, ജി സുധാകരനെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും. രണ്ട്, ജി സുധാകരനെ തുടക്കത്തിൽ തന്നെ ജി സുധാകരന്റെ വിമർശനങ്ങളുടെ മുനയൊടിക്കേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവി അവസാനിക്കുമ്പോഴും ജി സുധാകരനും അതുപോലെ തന്നെ CPIMും തമ്മിലുള്ള പോര് അത് ആലപ്പുഴയിൽ തുടരുകയാണ്. ശരി മനീഷ, ശരി.